തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള മെയ് 7 മുതൽ 13 വരെ മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗം മെയ് 12-ന് രാവിലെ 10:30 മുതൽ 12:30 വരെ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലും നടക്കും. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് 500 പേർ യോഗത്തിൽ പങ്കെടുക്കും. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാതല അവലോകന യോഗം മെയ് 8-ന് പാലക്കാട്ട് വെച്ച് നടക്കും. പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനാണ് മേഖലായോഗം നടത്തുന്നത്. കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്നത്. 100-ലധികം സ്റ്റാളുകളാണ് മേളയിൽ ഉണ്ടാവുക. വിവിധ വകുപ്പുകളുടെ 50 തീം സ്റ്റാളുകളും 50 വിപണന സ്റ്റാളുകളുമാണ് മേളയിൽ ഉണ്ടാവുക. 2500 സ്ക്വയർ ഫീറ്റിൽ PRDയുടെ എൻ്റെ കേരളം പവലിയൻ സജ്ജീകരിക്കും. എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും ഭക്ഷ്യമേള, പുസ്തകമേള തുടങ്ങിയവയും ഉണ്ടാകും. പരിപാടിയുടെ വിജയത്തിനായി കായിക ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയർമാനായും ജില്ലാ കളക്ടർ VR വിനോദ് ജനറൽ കൺവീനറായും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലയിലെ MP മാർ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മലപ്പുറം നഗരസഭാ ചെയർമാൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷരുടെ പ്രതിനിധികൾ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, എല്ലാ വകുപ്പുകളുടെയും ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘാടക സമിതി അംഗങ്ങളാണ്. കൂടാതെ വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സകല മേഖലയിലും കേരളം മുന്നിലാണെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പറഞ്ഞു. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ കേരളം പ്രദർശന വിപണനമേള നടത്തുന്നത്. സർവ്വമേഖലയിലും മുന്നിലെത്തിയ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ കഴിയണം. വകുപ്പുകളുടെ ഏകോപനവും മികച്ച രീതിയിലുള്ള പ്രചാരണവും പരിപാടിക്ക് നൽകണം. ജില്ലയിലെ വ്യവസായ പുരോഗതി അടക്കമുള്ള വികസന നേട്ടങ്ങൾ മേളയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 4ാം വാർഷികാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ എല്ലാ വിവരങ്ങളും അതിലെത്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്ന അതിനൂതനമായിട്ടുള്ള ധാരാളം പദ്ധതികൾ എന്നുണ്ട്. പലപ്പോഴും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അത്തരം പദ്ധതികൾ അത് ഏറ്റവും കൂടുതൽ കാണാനും അത് മനസ്സിലാക്കാനും വിലയിരുത്താനും ഒക്കെ തന്നെയുള്ള അവസരം ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. ഈ വാർഷികാഘോഷം കൊണ്ട് പ്രത്യേകമായും നമ്മൾ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് മാറേണ്ടത്. അതിന് ഏറ്റവും കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജില്ലാതല പരിപാടിയുടെ പ്രാധാന്യം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പോകണം. പരമാവധി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രചരണങ്ങൾ നൽകുന്ന കാര്യത്തിൽ നമ്മുടെ ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വരേണ്ടതാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം ആ ഒരു കണ്ടന്റ് എന്നുള്ളത് നമ്മുടെ കുട്ടികളെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന സാധനങ്ങളാണ്. സാധാരണ അന്താരാഷ്ട്ര നിലവാരം, ലോക നിലവാരം വന്നൊക്കെ നമ്മൾ വാക്കാലും രാഷ്ട്രീയ പ്രസംഗങ്ങളും തന്നെ പറയാമെന്നല്ലാതെ ഇവിടെ അത് പ്രായോഗികമാക്കുക. ഇപ്പോൾ കോളേജുകളിൽ നമ്മൾ
വ്യവസായ പാർക്കുകൾ, യൂണിവേഴ്സിറ്റികളൊക്കെ ആരംഭിച്ച കാര്യങ്ങൾ, എന്റർപ്രൈനർഷിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ തന്നെ വലിയ മാറ്റമല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചുള്ള അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പി നന്ദകുമാർ MLA, ജില്ലാ കലക്ടർ VR വിനോദ്, ADM NM മെഹ്റലി, ഡെപ്യൂട്ടി കലക്ടർ LR അൻവർ സാദത്ത്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.